Hi all, welcome to a new section of Go Learners. Today we are starting a new subject, that is engineering chemistry for KTU students. Here, engineering chemistry is one of the basic subject we have to learn. Okay. നമ്മൾ ഈ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്ന് പറയുന്ന ബേസിക് സബ്ജക്റ്റിൽ കോമൺ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രി അത് റിലേറ്റ് ആയിട്ടുള്ള കൂടുതൽ ടേംസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. മൊഡ്യൂൾ 1ന്റെ സിലബസ് ആണ് നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ മെയിൻലി കെമിസ്ട്രി പഠിക്കുന്നത് ഇലക്ട്രോ കെമിസ്ട്രീനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോലൈറ്റിക് ഇലക്ട്രോ കെമിക്കൽ സെൽ, ഡാനിയൽ സെൽ എന്താണ്, ടൈപ്പ് ഓഫ് ഇലക്ട്രോഡ്സ് ഏതെല്ലാമാണ്, സിംഗിൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്, ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്താണ്, ഫ്രീ എനർജി EMF എന്താണ്, നേൺസ്റ്റ് ഇക്വേഷൻ, അങ്ങനെ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ, കണ്ടക്ടിവിറ്റി, കൊറോഷൻ, ഇങ്ങനെ ഇലക്ട്രോലെസ് പ്ലേറ്റിംഗ് വരെയുള്ള ഒരുപാട് ടോപ്പിക്സ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇലക്ട്രോ കെമിസ്ട്രി എന്താണെന്നുള്ളത്. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കോമൺലി നമുക്കറിയാം ഇലക്ട്രോ കെമിസ്ട്രി, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും രണ്ട് ഫോംസ് ഓഫ് എനർജിയാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. അതായത് ഒന്ന് ഇലക്ട്രിക്കൽ എനർജിയും പിന്നെ ഒന്ന് പറയുന്നത് കെമിക്കൽ എനർജിയും, പിന്നെ അത് തമ്മിലുള്ള ഇന്റർ കൺവേർഷൻ, അതായത് ഇലക്ട്രിക്കൽ കെമിക്കലായി മാറുന്നതും കെമിക്കൽ ഇലക്ട്രിക്കലായി മാറുന്നതും തമ്മിലുള്ള ആ ഒരു കൺവേർഷനും കൂടിയാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് നമ്മുടെ മൈൻഡിൽ വരേണ്ടത്. ഓക്കെ, പിന്നെ നമുക്കിവിടെ രണ്ട് ടൈപ്പ് ഇലക്ട്രോ കെമിക്കൽ സെൽസിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഇലക്ട്രോ കെമിക്കലി ഒരു സെല്ലിന് ഉണ്ടാകുന്ന ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ട് രണ്ട് ടൈപ്പ് സെൽ, അതായത് ഇലക്ട്രോലൈറ്റിക് സെല്ലും ഒരു ഗാൽവാനിക് സെല്ലും നമുക്ക് പഠിക്കാനുണ്ട്. ഇലക്ട്രോലൈറ്റിക് സെല്ല് എന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ എന്താക്കി മാറ്റാം, കെമിക്കൽ എനർജി ആക്കി മാറ്റാണ്. ഗാൽവാനിക് സെൽ എന്ന് വെച്ചാൽ അത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ നമ്മൾ ബേസിക്കലി പറയുന്ന ഒരു പേരാണ് ഗാൽവാനിക് സെൽ. അപ്പൊ ഇതാണ് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ഒരു ടേമിൽ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് ടേംസ് എന്ന് പറയുന്നത്. ഇനി വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോലൈറ്റിക് ആൻഡ് ഇലക്ട്രോ കെമിക്കൽ സെൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. അത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് ചേഞ്ച് ചെയ്യാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് സെല്ലിന് EMF ആവശ്യമാണ്. അതായത് നമ്മളിവിടെ ഇലക്ട്രിക്കൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആവശ്യമാണ്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ അയോൺസിനെ ഇലക്ട്രോൺസിനെ ഒക്കെ നമ്മളുടെ സർക്യൂട്ടിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ കേസിൽ നമുക്ക് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആവശ്യമാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ കേസിൽ നമുക്ക് എന്താവശ്യമാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക EMF. അതായത് നമ്മളവിടെ ഡയറക്ട്ലി കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ആവുന്ന സമയത്ത് EMF ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് EMF എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആനോഡ് ആൻഡ് കാഥോഡ് ആണ്. ആനോഡ് കാഥോഡ് നമ്മൾ ഓൾമോസ്റ്റ് കുറേ സെക്ഷനിൽ പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ആനോഡ് എന്താ, കാഥോഡ് എന്താ, ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിൽ, കാഥോഡിൽ റിഡക്ഷൻ നടക്കും എന്നുള്ള ഒരു ടേമിൽ. ഓക്കെ, ആനോഡ് ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ കേസിൽ പോസിറ്റീവ് ആയിരിക്കും, കാഥോഡ് നെഗറ്റീവ് ആയിരിക്കും. ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ കേസിലാണെങ്കിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും ആയിരിക്കും. നെക്സ്റ്റ് ഇസ് ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഒക്വർ അറ്റ് ബോത്ത് ദ ഇലക്ട്രോഡ്സ്. ഇവിടെ നമ്മളെ അയോൺസിന്റെ ഡിസ്ചാർജ് രണ്ട് ഇലക്ട്രോഡിലും, അതായത് ആനോഡിലും കാഥോഡിലും ഡിസ്ചാർജ് ഓഫ് അയോൺസ് ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ കേസിൽ നടക്കുന്നുണ്ട്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഡിസ്ചാർജ് ഓഫ് അയോൺസ് കാഥോഡിൽ മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ. അതായത് നമ്മളൊരു ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന സമയത്ത് അത് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻസേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ കേസിൽ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കേണ്ട വരുന്നില്ല ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ കേസിൽ, ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ കേസിൽ കൊടുക്കേണ്ട വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രോലൈറ്റിക് സെല്ല് ഇറിവേഴ്സിബിൾ ആണ്. അതായത് നമ്മൾ ഒരു ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കെമിക്കൽ എനർജിനെ റിവേഴ്സ് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാനായിട്ട് പറ്റില്ല. ഇലക്ട്രോ കെമിക്കൽ എനർജിന്റെ കേസിൽ ഇത് റിവേഴ്സിബിൾ ആണ്. അതായത് കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ടും മാറ്റാം, അതിനെ തിരിച്ച് നമുക്ക് കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റാം, ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റാം. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഡാനിയൽ സെൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്, എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
ഡാനിയൽ സെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ആൻ ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താ? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റും. അപ്പോൾ ഡാനിയൽ സെൽ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. നോൺ ആസ് ഡാനിയൽ സെൽ കൺവേർട്ട് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അതെന്ത് ചെയ്യും? കെമിക്കൽ എനർജിയെ ഡയറക്റ്റ് ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. To generate electricity, the cell engages in a variety of chemical reaction. അതായത് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി, അതായത് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസിലൂടെ ഈ ഒരു എലമെന്റ്സ് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. എന്നിട്ടാണ് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഇലക്ട്രോഡുകളാണ്, ഒന്ന് സിങ്കും ഒന്ന് കോപ്പറും. Zinc and copper electrodes make up Daniel cell are in use as anode and cathode respectively. Okay, നമ്മൾ സിങ്കും കോപ്പറുമാണ് ഇവിടെ ആനോഡും കാഥോഡും നമ്മൾ സിങ്കും കോപ്പറുമാണ് ഇവിടെ ആനോഡും കാഥോഡും ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബോത്ത് മെറ്റൽസ് ആർ സബ്മേർജ്ഡ് ഇൻ കറസ്പോണ്ടിങ് സോൾട്ട് സൊല്യൂഷൻ. അതായത് നമ്മൾ സിങ്കിന്റെ സൾഫേറ്റ് സൊല്യൂഷനിലും കാഥോഡും അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സോൾട്ട് സൊല്യൂഷനിലും നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ്. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ അതൊരു മെഷർ ആണ് ഓഫ് ഹൗ മച്ച് പുഷ് ഇലക്ട്രിക്കൽ ചാർജസ് ഹാവ് ടു മൂവ്. അതായത് നമുക്ക് എത്ര ഒരു പൊട്ടൻഷ്യലിനാണ് ഇലക്ട്രിക്കൽ ചാർജസ് മൂവ് ചെയ്യേണ്ടത് സർക്യൂട്ടിലൂടെ എന്നുള്ളതാണ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ മെയിൻലി 1.1 വോൾട്ട് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ആണ് ഈ ഡാനിയൽ സെല്ലിന്റെ കേസിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു സെൽ റെപ്രസെന്റേഷൻ നോക്കാം. ഇതാണ് ഡാനിയൽ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ. നമ്മൾ സിങ്കിന്റെ സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ഇലക്ട്രോഡാണ്, ഇത് കോപ്പർ ഇലക്ട്രോഡാണ്. നമ്മുടെ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ആണ്, കാഥോഡ് എന്ന് പറയുന്നത് കോപ്പർ ആണ്. ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഇൻ ഡാനിയൽ സെൽ സിങ്ക് ആൻഡ് കോപ്പർ ഇലക്ട്രോഡ്സ് ആർ ഇമേഴ്സ്ഡ് ഇൻ സെപ്പറേറ്റ് സൊല്യൂഷൻ കണക്റ്റഡ് ബൈ എ വയർ. നമ്മളിതാ സിങ്ക് ആൻഡ് കോപ്പർ ഇലക്ട്രോൺസ് ഒരു വയർ വഴി കണക്ട് ചെയ്തിട്ട് സിങ്കിന്റെ സോൾട്ട് സൊല്യൂഷനിലും കോപ്പറിന്റെ സോൾട്ട് സൊല്യൂഷനിലും ഡിപ്പ് ചെയ്ത് വെച്ചിട്ടിരിക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ്, സോൾട്ട് ബ്രിഡ്ജ് ഫെസിലിറ്റേറ്റ്സ് അയോൺ മൂവ്മെന്റ് ബിറ്റ്വീൻ സൊല്യൂഷൻ. ഇതിൽ നമുക്കൊരു സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. ഈ സോൾട്ട് ബ്രിഡ്ജ് എന്ത് ചെയ്യും? നമ്മളുടെ അയോണിക് മൂവ്മെന്റിന്, അതായത് ആനോഡിന്ന് കാഥോഡിക്കും കാഥോഡിന്ന് ആനോഡിക്കുമുള്ള മൂവ്മെന്റ് ഓഫ് അയോൺസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു സോൾട്ട് ബ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. പിന്നെ സിങ്ക് അണ്ടർഗോസ് ഓക്സിഡേഷൻ അറ്റ് ആനോഡ് ആൻഡ് റിലീസിങ് ഇലക്ട്രോൺസ്. നമ്മുടെ ഇവിടെ സിങ്കിന്റെ കേസിൽ സിങ്ക് എന്തായിട്ടാണ് മാറുക? നമ്മളിവിടെ സിങ്കിന്റെ സോൾട്ട് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടിരിക്കുക. അപ്പൊ നമ്മൾ ഈ ഇലക്ട്രിസിറ്റി, ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിലെ ഇലക്ട്രിസിറ്റി ഒരു വയറിലൂടെ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ സിങ്ക് എന്തായിട്ട് മാറും? സിങ്ക് 2+ ആയിട്ട് മാറും. പിന്നെ 2 ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് സിങ്കിന്റെ കേസിൽ സംഭവിക്കുന്നത്. കോപ്പറിന്റെ കേസിൽ എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ ഫ്ലോ ത്രൂ ദ വയർ ടു ദ കോപ്പർ ഇലക്ട്രോൺസ്. അതായത് നമ്മളിവിടെ 2 ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് സിങ്ക് റിയാക്ട് ചെയ്ത സമയത്ത് നമുക്ക് 2 ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സിങ്കിൽ അയോൺസ്, എക്സസ് അയോൺസ് നമ്മുടെ ഇതിലൂടെ, ഈ വയറിലൂടെ നമ്മുടെ ഈ ഒരു കോപ്പറിന്റെ അടുത്തേക്ക് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോപ്പർ അയോൺ ഇൻ സൊല്യൂഷൻ ഇസ് റെഡ്യൂസ്ഡ് ടു ഫോം കോപ്പർ മെറ്റൽ അറ്റ് ദ കാഥോഡ്. അവിടെ കോപ്പർ എന്ത് ചെയ്യും? കോപ്പർ 2+ ആയിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിന് റിയാക്ഷൻ സംഭവിക്കുമ്പോൾ അത് കോപ്പർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാറ്റയോൺസ് മൂവ് ടുവേർഡ്സ് കോപ്പർ സൈഡ് ഇൻ സോൾട്ട് ബ്രിഡ്ജ് replenishing customers copper. Anion migrate towards സിങ്ക് സൈഡ് മെയിൻറ്റെയിനിങ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ആനയോൺസ് എന്ത് ചെയ്യും? സിങ്കിന്റെ സൈഡിലേക്ക് വരും ചെയ്യും. കോപ്പറിന്റെ അയോൺസ് ആവശ്യമായിട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഇവിടെ മെയിൻലി നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സിങ്കിന്റെ കേസിൽ നടക്കുന്നതാണ് എന്ത്? സിങ്കിന്റെ കേസിൽ നടക്കുന്നതാണ് ഓക്സിഡേഷൻ, കോപ്പറിന്റെ കേസിൽ നടക്കുന്നതാണ് റിഡക്ഷൻ. സിങ്ക് 2 ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്ത് അത് നമ്മൾ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുമായിട്ട്, അതായത് കോപ്പറുമായിട്ട് കണക്ട് ആവുകയും കോപ്പർ റെഡ്യൂസ് ചെയ്ത് കോപ്പർ അയോൺ ആയിട്ട് മാറിയ ശേഷം അത് അവിടെ ആവശ്യമുള്ള സ്ഥലത്ത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് നെക്സ്റ്റ് പേജിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇൻ എ ഡാനിയൽ സെൽ സിങ്ക് ആൻഡ് കോപ്പർ ഇലക്ട്രോഡ്സ് ആർ ഇമേഴ്സ്ഡ് ഇൻ സെപ്പറേറ്റ് സൊല്യൂഷൻ ദാറ്റ് ഇസ് കണക്റ്റഡ് ബൈ എ വയർ. A salt bridge facilitates ion movement between solution. Zinc undergoes oxidation at anode, releasing electrons. Electron flow through the wire to copper electrode. Copper ion in solution is reduced to form copper metal at the cathode. Cations move towards copper side in the salt bridge, replenishing consumer copper ions.
Anion migrate towards the zinc side maintaining electrical neutrality. അതായത് നമുക്ക് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചു, കോപ്പറിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ചു. ഇതാണ് നമ്മുടെ ആനോഡ്, അതായത് സിങ്ക്. കാഥോഡ് എന്ന് പറയുന്നത് കോപ്പറാണ്. ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. സിങ്ക് ഓക്സിഡൈസ് ചെയ്തിട്ട് 2 ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഈ വയറിലൂടെ ഈ ഒരു കോപ്പറിന്റെ സൈഡിലേക്ക് പോയിട്ട് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. കോപ്പറിന്റെ സൈഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്. കോപ്പർ റെഡ്യൂസ് ചെയ്തിട്ട് കോപ്പർ 2+ അയോൺസ് റെഡ്യൂസ് ചെയ്തിട്ട് കോപ്പർ ആയിട്ട് മാറും. അതിവിടെ കോപ്പർ എക്സസ് ഉള്ള സ്ഥലത്തെല്ലാം കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് സിംപ്ലി ഡാനിയൽ സെല്ലിന്റെ ഫംഗ്ഷൻ. പിന്നെ ഇത് നമ്മൾ റിയാക്ഷൻസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് 4 റിയാക്ഷൻസ് വരുന്നത്. സിങ്കിനെ നമ്മൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ ഓക്സിഡേഷൻ നടക്കുന്നു. അത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ് ഇത്. സിങ്ക് ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ സിങ്ക് 2+2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ അവിടെ റിഡക്ഷൻ നടക്കുന്നു. അതിന് കോപ്പർ 2+ 2 ഇലക്ട്രോൺസ് ആഡ് ചെയ്തിട്ട് കോപ്പർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കോപ്പർ മെറ്റൽ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ഈ നെറ്റ് റിയാക്ഷൻ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അതായത് നെറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം, അതായത് Zn Cu2+ ഒരു സൈഡിലും പിന്നെ Cu2+Cu ആയിട്ട് മാറുന്നത് ഈ ഒരു സൈഡിലും കൊടുത്തിട്ടാണ് നമ്മൾ നെറ്റ് റിയാക്ഷൻ കൊടുക്കുന്നത്. നമ്മൾ സെൽ റെപ്രസെന്റേഷൻ ഈ ഒരു ഫോമിൽ കൊടുക്കും. സിങ്ക് എന്തായിട്ട് മാറുന്നു? സിങ്ക് 2+, കോപ്പർ 2+, കോപ്പർ ആയിട്ട് മാറുന്നു. ഈ 2 ലൈന് കൊടുത്തിട്ടുള്ളത് സോൾട്ട് ബ്രിഡ്ജിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതാണ് ഡാനിയൽ സെല്ലിന്റെ കേസ് വരുന്നത്. ഇത്രയുമാണ് നമ്മളൊരു ഫസ്റ്റ് സെക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.